എല്ലാവരും സൂക്ഷിക്കുക. പഞ്ചായത്ത് രേഖയിലില്ലാത്ത കെട്ടിടങ്ങൾക്ക് ഇനി പിടിവീഴും. അതായത് പഞ്ചായത്തുകളുടെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത കെട്ടിടങ്ങൾക്ക് കെ സ്മാർട്ട് വഴി ഇനി പിടിവീഴും. പഞ്ചായത്ത് പരിധിയിൽ വിവിധ കാരണങ്ങളാൽ രേഖകളിൽ ഉൾപ്പെടാത്തതും നികുതി പരിധിയിൽ വരാത്തതുമായ കെട്ടിടങ്ങൾ കണ്ടെത്താൻ സംവിധാനവുമായി തദ്ദേശ ഭരണവകുപ്പ്. ഇത്തരം കെട്ടിടങ്ങൾ കണ്ടെത്തി തദ്ദേശ ഭരണവകുപ്പിൻ്റെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തും. അത് വീടായാലും ഷോപ്പായാലും വ്യവസായ കെട്ടിടമായാലും എന്ത് തന്നെയായാലും. ഇതിനായി കെ സ്മാർട്ടിൽ പ്രോപ്പർട്ടി ടാക്സ് മോഡ്യൂളിൽ കറക്ഷൻ എന്ന ഒരു സംവിധാനം ഒരുക്കാൻ സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് കെട്ടിടങ്ങൾ കണ്ടെത്തി എടുക്കാനുള്ള ചുമതല. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും കെ സ്മാർട്ട് വഴി ഇത്തരത്തിലുള്ള 1.43 ലക്ഷം കെട്ടിടങ്ങൾ കണ്ടെത്തിയിരുന്നു. കെ സ്മാർട്ട് വന്നതോടുകൂടി കെട്ടിടങ്ങളുടെ ഡാറ്റ കൃത്യമാക്കിയത് വഴി നഗരസഭകൾക്ക് നികുതി ഇനത്തിൽ ലഭിച്ചത് 394 കോടിയോളം രൂപയാണ്. വിട്ടുപോയ കെട്ടിടങ്ങൾ കൂടി കണ്ടെത്തുന്നതോടെ പഞ്ചായത്തുകളിലെ നികുതി വരുമാനം വർദ്ധിക്കും. കെ സ്മാർട്ടിൽ കെട്ടിട നമ്പർ അനുവദിക്കുന്നത് ഓൺലൈൻ ആയാണ്. നമ്പർ ലഭിക്കുമ്പോൾ തന്നെ കെട്ടിട വിവരങ്ങൾ ബിൽഡിംഗ് ഡാറ്റാബേസിൽ ചേർക്കുന്നതിനാൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ രേഖകളിൽ ഉൾപ്പെടാത്ത സാഹചര്യം ഉണ്ടാകില്ല. അനധികൃത കെട്ടിടങ്ങൾക്ക് 3 ഇരട്ടി നികുതി. നിലവിൽ നമ്പർ നൽകിയിട്ടുള്ള കെട്ടിടങ്ങളിൽ അനുവാദമില്ലാത്ത നിർമ്മാണം കണ്ടെത്തിയാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അവയെ അനധികൃത കെട്ടിടങ്ങളിൽ ഉൾപ്പെടുത്താം. പിന്നീട് കെട്ടിടം അംഗീകൃതമാക്കുന്നതുവരെ 3 ഇരട്ടി നികുതി ഈടാക്കും. കെട്ടിടങ്ങളിൽ കൂടുതൽ കൂട്ടിച്ചേർക്കൽ നടത്തിയാൽ നികുതി പുനർനിർണയിക്കണം. 6 മാസമായി കെട്ടിടം ഉപയോഗിക്കുന്നില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകി നികുതി ഇളവ് നേടാവുന്നതാണ്. ഉടമസ്ഥാവകാശം മാറ്റുക, വിവരങ്ങളിൽ തിരുത്തലുകൾ വരുത്തുക തുടങ്ങിയവയും കെ സ്മാർട്ട് വഴി ഓൺലൈനായി നടത്താവുന്നതാണ്. ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു അറിവും വിവരവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.